എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LDC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 9ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അനുബന്ധ വിവരങ്ങളുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദിയാദോള പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലോഹിത്. ഈ ധോള സാദിയ പാലത്തിന്റെ മറ്റൊരു പേരാണ് ഭുവൻ ഹസാരിക. ധോള സാദിയ പാലത്തിന്റെ മറ്റൊരു പേരാണ് ഭുവൻ ഹസാരിക. ഇത് അസമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 9150 മീറ്റർ ആണ്. 2017 മെയ് 26 ഈ പാലം ഓപ്പൺ ചെയ്തത്. പിന്നെ ലോഹിത് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ്. ബ്രഹ്മപുത്രയുടെ മറ്റു പോഷക നദികൾ ഏതൊക്കെയാണ്? ടീസ്ത, ദിബാങ്, മാനസ്, ടോർസ, സുബിൻസിരി, ലോഹിത്, കമോങ്. ഇതെല്ലാം ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ടീസ്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്ത. അതേപോലെ സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ടീസ്ത തന്നെയാണ്. അപ്പോൾ ലോഹിത്തും ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയുടെ വജ്ര നഗരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൂററ്റ്. സൂററ്റ് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. GST നികുതി വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്രാൻസ്. ഇന്ത്യയിൽ GST എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 ഒരുപാട് ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി GST പാസ്സാക്കിയത്? അത് അസമിലാണ്. അതിനുശേഷം രണ്ടാമത് ജാർഖണ്ഡിലും ബീഹാറിലുമാണ് GST നടപ്പിലാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ 14. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാവേരി. തെലുങ്കു ഗംഗ, പാതാള ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് കൃഷ്ണയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. അഹോം രാജവംശം ഏത് സംസ്ഥാനത്താണ് ഭരിച്ചിരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ആസാം. ക്വസ്റ്റ്യൻ നമ്പർ 16. മഞ്ഞുതീനി എന്നർത്ഥമുള്ള പ്രാദേശിക വാദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചിനൂക്ക്. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഇതിനെയാണ് മഞ്ഞുതീനി എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ ഫൊൻ എന്താണ്? ആൽപ്സ് പർവ്വതനിരകളുടെ ചരിവുകളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫൊൻ. ആൽപ്സ് പർവ്വതനിരകളുടെ ചരിവുകളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. അതേപോലെ ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ചൂട് കൂടിയ ശക്തമായ കാറ്റാണ്. ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ചൂട് കൂടിയ ശക്തമായ കാറ്റാണ്. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്ന് തുടങ്ങി സിന്ധു ഗംഗാ സമതലങ്ങളിലേക്ക് വീശുന്നു. അടുത്തത് കാൽബൈശാഖി. ഇതാണെങ്കിൽ ഒഡിയ ബംഗാളി ഭാഷയിൽ കാൽബൈശാഖി എന്നും എങ്കിൽ അസമിൽ ഒരു ബോർഡോയിലിസ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒഡിയ ബംഗാളി ഭാഷയിൽ കാൽബൈശാഖി എന്നും അസമിൽ ബോർഡോയിലിസ എന്നും അറിയപ്പെടുന്നു. ചില ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ ഇതിനെ ഒരു മഴയായിട്ടാണ് അറിയപ്പെടുന്നത്. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ത്രിപുര, അസം, വെസ്റ്റ് ബംഗാൾ എന്നീ സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് ഉച്ചതിരിഞ്ഞ സമയങ്ങളിൽ വീശുന്ന അതിശക്തമായ കൊടുങ്കാറ്റാണ് കാൽബൈശാഖി. ഇതോടൊപ്പം തന്നെ ആലിപ്പഴം വീഴ്ചയോടൊപ്പമുള്ള പേമാരിയും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇതൊരു ചെറിയ കാലയളവ് മാത്രം നീണ്ടു നിൽക്കുന്ന ശക്തമായ കാറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. 2018 പത്മശ്രീ ലഭിച്ച ഗാന്ധി അമ്മുമ്മ എന്ന് വിളിക്കുന്ന നാഗാലാൻഡിൽ ഗാന്ധിസം പ്രചരിപ്പിക്കുന്ന വനിത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലെൻഡി ആവോദാക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 18. കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട്
സർവീസ് ആരംഭിച്ചത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ. ഇത് സർവീസ് നടത്തുന്നത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രസിഡന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഭൂമി കയ്യേറ്റം തടയാനുള്ള ഭൂസംരക്ഷണ സേനയ്ക്ക് രൂപം നൽകിയ ആദ്യ ജില്ല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. ക്വസ്റ്റ്യൻ നമ്പർ 41. ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹ ശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലെഡ്. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിൻ, ലെഡ് തുടങ്ങിയ ലോഹങ്ങളെയാണ് ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹ ശുദ്ധീകരണം നടത്തുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 42. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏതു പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൊഡ്യൂസർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്താണെന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ്. വാട്ടർ ഗ്യാസ് എന്താണെന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ്. എങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണ്? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ്. വാട്ടർ ഗ്യാസിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ്. എങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസിൽ കാർബൺ മോണോക്സൈഡും നൈട്രജനുമാണ്. ഡ്രൈ ഐസ് എന്താണ്? ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡ്രൈ ഐസ് എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. അതേപോലെ കാർബോജൻ അതിൽ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് കാർബോജൻ? കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ഒരു മിശ്രിതമാണ് കാർബോജൻ. പേരിൽ തന്നെ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ഒരു മിശ്രിതമാണ് കാർബോജൻ. ക്വസ്റ്റ്യൻ നമ്പർ 43. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നീല. കടും നീല നിറമാണ് കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 45. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജലതരംഗം. അനുപ്രസ്ഥ തരംഗം എന്താണെന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന ഒരു തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി തരംഗത്തിൽ ദോലനമോ കമ്പനമോ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയാണ് ആ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അനുദൈർഘ്യ തരംഗങ്ങളാണെങ്കിൽ സമാന്തരമായിട്ടായിരിക്കും ചലിക്കുന്നത്. ഇങ്ങനെയുള്ള തരംഗങ്ങളെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 46. ചുവടെ നൽകിയിരിക്കുന്ന സസ്യരോഗങ്ങളിൽ നിന്ന് ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹാളി. കൗങ്ങിനുണ്ടാകുന്ന രോഗമാണ് മഹാളി. അതേപോലെ വാട്ടം എന്ന് പറയുന്നത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. തക്കാളി, കുരുമുളക് തുടങ്ങിയ സസ്യങ്ങളിലാണ് ദ്രുതവാട്ടം അനുഭവപ്പെടുന്നത്. അടുത്തത് കുറുനാമ്പ് എന്ന് പറയുന്നത് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ബ്ലൈറ്റ് രോഗവും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ബ്ലൈറ്റ് രോഗം എന്താണെന്ന് വെച്ചാൽ ഇലകളിൽ വട്ടത്തിൽ സ്പോട്ട് വരുന്ന ഒരു രോഗം, അതിനെയാണ് ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രുതവാട്ടം എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. മഹാളി ഒരു ഫംഗസ് രോഗമാണ്. കുറുനാമ്പ് ഒരു വൈറസ് രോഗമാണ്. ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 47. മണ്ണിരയിലെ വിസർജന അവയവങ്ങളാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, നെഫ്രീഡിയ. സങ്കോചഫേനം എവിടെയാണ് കാണപ്പെടുന്നത്? അമീബ പോലെയുള്ള ജീവികളിലാണ് സങ്കോചഫേനം കാണപ്പെടുന്നത്. വൃക്കകൾ ഉയർന്ന തലത്തിലുള്ള ജീവികളുടെ വിസർജനാവയവമാണ് വൃക്കകൾ. എങ്കിൽ മാൽപീജിയൻ നളിക എവിടെയാണ് കാണപ്പെടുന്നത്? പാറ്റയിലാണ് മാൽപീജിയൻ നളിക കാണപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 48. ജൈവ കടികാരം എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൈനിയൽ ഗ്രന്ഥി. ക്വസ്റ്റ്യൻ നമ്പർ 49. കാർഷിക മേഖലയിൽ കൂടുതൽ ആദായം ലഭിക്കുന്നതിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം വളർത്തുന്ന രീതിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പിസികൾച്ചർ.
അപ്പോൾ എപ്പികൾച്ചർ എന്താണ്? വ്യാവസായിക അടിസ്ഥാനത്തിൽ തേനീച്ച വളർത്തുന്നതാണ് എപ്പികൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ്. അതേപോലെ സെറികൾച്ചർ എന്താണ്? അത് പട്ടുനൂൽ വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. ഇനി മൾബറി ആണെങ്കിൽ എന്ത് പറയും? അവിടെ മോറികൾച്ചർ എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തിയോഡർ ഷ്വാൻ. എങ്കിൽ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? അത് MJ ശ്ലീഡൻ ആണ്. കോശത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? അത് റോബർട്ട് ബ്രൗൺ ആണ്. കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അതേപോലെ തന്നെ സെൽ തിയറി കണ്ടെത്തിയത് MJ ശ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ്. സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് തിയോഡർ ഷ്വാനും MJ ശ്ലീഡനും ചേർന്നിട്ടാണ്. ഫാദർ ഓഫ് മോഡേൺ പതോളജി എന്ന് പറയുന്നത് റുഡോൾഫ് വിർഷോ ആണ്. ഫാദർ ഓഫ് മോഡേൺ പതോളജി എന്നറിയപ്പെടുന്നത് റുഡോൾഫ് വിർഷോയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇന്ത്യൻ അസോസിയേഷൻ എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കൊൽക്കത്ത. ക്വസ്റ്റ്യൻ നമ്പർ 52. ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ലിട്ടൺ പ്രഭു. ക്വസ്റ്റ്യൻ നമ്പർ 53. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1881. അപ്പോൾ പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകനാണ് ആത്മാറാം പാണ്ഡുരംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 54. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബംഗാൾ വിഭജനം. എന്നാണ് നടന്നത്? 1905 നടന്നത്. ആരാണ് നടത്തിയത്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. 1911 ഇത് റദ്ദ് ചെയ്തത് ആരാണ്? അത് ഹാർഡിഞ്ച് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55. അനുശീലൻ സമിതി രൂപീകരിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബരീന്ദ്ര കുമാർ ഘോഷ്. വെസ്റ്റ് ബംഗാളിൽ പ്രമാദനാഥ മിശ്രയും ബരീന്ദ്ര കുമാർ ഘോഷും കൂടി ചേർന്നിട്ടാണ് അനുശീലൻ സമിതി രൂപീകരിച്ചത്. ഇതിന്റെ മാസികയാണ് യുഗാന്തർ. ക്വസ്റ്റ്യൻ നമ്പർ 56. കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 57. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വാഗ്ഭടാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 58. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യൻകാളിയെ നാമനിർദ്ദേശം ചെയ്ത വർഷം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1912. ക്വസ്റ്റ്യൻ നമ്പർ 59. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠസ്വാമി. മേൽമുണ്ട് സമരത്തിന് മറ്റൊരു പേരാണ് എന്ത്? ചാന്നാർ ലഹള. എന്നാണ് വർഷം? 1859. ക്വസ്റ്റ്യൻ നമ്പർ 60. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചട്ടമ്പിസ്വാമികൾ. ആദിഭാഷ, പ്രാചീന മലയാളം, നിജാനന്ദ വിലാസം ഇതൊക്കെ ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട രചനകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 61. മധ്യമ പുരുഷ സർവനാമത്തിന് ഒരു ഉദാഹരണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, താങ്കൾ. ഉത്തമം, പ്രഥമം, മധ്യമം എന്ന മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഞാൻ ഉത്തമൻ എന്ന് പറയുന്നത്. ഉത്തമ പുരുഷൻ വരുമ്പം ഞാൻ വരും, ഞാൻ, ഞങ്ങളൊക്കെയാണ് ഉത്തമ പുരുഷൻ വരുന്നത്. പ്രഥമം വരുമ്പം നീ എന്നുള്ളത് വരും. ക്വസ്റ്റ്യൻ നമ്പർ 62. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കാരൂർ നീലകണ്ഠപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 63. വർത്തമാന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, യാത്രാ വിവരണം. ക്വസ്റ്റ്യൻ നമ്പർ 64. ആദേശസന്ധിക്ക് ഒരു ഉദാഹരണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിണ്ടലം. ക്വസ്റ്റ്യൻ നമ്പർ 65. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, PC കുട്ടിക്കൃഷ്ണൻ. ക്വസ്റ്റ്യൻ നമ്പർ 66.
വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കഥയറിയാതെ ആട്ടം കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 67. നജീബ് പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആടുജീവിതം. ആരുടേതാണ്? ബെന്യാമിന്റെ രചനയാണ് ആടുജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 68. അർത്ഥം പറയുക. കളത്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പത്നി. ക്വസ്റ്റ്യൻ നമ്പർ 69. പാകാരവും ബാകാരവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ ഖരവും ബ മൃദുലവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 70. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 71. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന് 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ആകെ 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പിന് 1965 അതിനുശേഷം എസ് കെ പൊറ്റക്കാടിന് 1980 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1984 എം ഡി വാസുദേവൻ നായർക്ക് 1995 ONV കുറുപ്പിന് 2007 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് 2019. ക്വസ്റ്റ്യൻ നമ്പർ 72. കൈകാലുകൾ ഏതു സമാസം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ്വന്ദ്വൻ. ക്വസ്റ്റ്യൻ നമ്പർ 73. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഉപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 74. ശ്ലാഘ എന്ന പദത്തിന്റെ വിപരീത പദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിന്ദ. ക്വസ്റ്റ്യൻ നമ്പർ 75. ഗതി ചേർന്ന വിഭക്തിക്ക് പറയുന്ന പേര്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മിശ്ര വിഭക്തി. ക്വസ്റ്റ്യൻ നമ്പർ 76. ശരിയായ പദരൂപം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അസ്തിത്വം. ക്വസ്റ്റ്യൻ നമ്പർ 77. തെറ്റായ ജോഡി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സബലമീ യാത്ര. NN കക്കാടിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് സബലമീ യാത്ര എന്ന് പറയുന്നത്. ആദ്രമാം ധനുമാസ രാവുകളിതൊന്നിൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ്. NN കക്കാടിൻ്റെതാണ് സബലമീ യാത്ര. ബാക്കി നമുക്ക് നോക്കാം. രമണൻ ആരുടേതാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ്. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. ഉമാ കേരളം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 78. രണ്ടാം വിവാഹ വാർഷികം എന്നതിലെ രണ്ടാം എന്നത് ഏത് തദ്ധിതത്തിൽ പെടുന്നു? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പൂരണി തദ്ധിതം. ക്വസ്റ്റ്യൻ നമ്പർ 79. വിഗ്രഹിക്കുക. ഹിമാലയ പർവ്വതം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹിമാലയം എന്ന പർവ്വതം. ക്വസ്റ്റ്യൻ നമ്പർ 80. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പി കുഞ്ഞിരാമൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 81. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിംഗ് ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ദിസ് ഈസ് ദ ഡാഷ് ഫിലിം ഐ എവർ സീൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വേസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 82. വി ഡാഷ് എ പാർട്ടി ലാസ്റ്റ് ഡേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാഡ്. ക്വസ്റ്റ്യൻ നമ്പർ 83. വുഡ് യു ലൈക്ക് സ്വീറ്റ്സ് ഡാഷ് ഫ്രൂട്ട്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓർ. ക്വസ്റ്റ്യൻ നമ്പർ 84. ഐ ലൈക്ക് ഡാഷ് ടു സിംഗ് ഒപ്പേറ ഡാഷ് ടു സ്പെൻഡ് മൈ സ്പെയർ ടൈം പ്രാക്ടീസിംഗ് ബോൾറൂം ഡാൻസസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ക്വസ്റ്റ്യൻ നമ്പർ 85. ചേഞ്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആസ് ഡയറക്റ്റഡ്. Daniel jokes often. Change into a question.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഡസ് ഡാനിയൽ ജോക്ക് ഓഫൺ. ക്വസ്റ്റ്യൻ നമ്പർ 86. പിക്ക് ഔട്ട് കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഷീ ടോക്സ് ടു അസ്. ക്വസ്റ്റ്യൻ നമ്പർ 87. ഐ സിമ്പതൈസ് ഡാഷ് യു ഓവർ യുവർ മദേഴ്സ് ഡെത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വിത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 88. ഗീവ് മീ എ കപ്പ് ഓഫ് കോഫി ഹി ടോൾഡ് ഹർ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹി ആസ്ക്ഡ് ഹർ ടു ഗീവ് ഹിം എ കപ്പ് ഓഫ് കോഫി. ക്വസ്റ്റ്യൻ നമ്പർ 89. The small child does whatever his father was done. Correct answer option D ആണ്. Did. Question number 90. He seldom visits his parents. Question ആണ്. Correct answer option B. Doesn't he. Question number 91. My daughter likes purple. Correct answer option B ആണ്. Stationery. Question number 92. Find out one word substitute for the following. A man who does a thing for pleasure but not as a profession. Correct answer option C ആണ്. Amateur. Question number 93. Complete the following sentence choosing suitable idiom. Question number 93. I wanted to intervene when they were yelling at each other but would have just. Correct answer option D ആണ്. Add fuel to the fire. Question number 94. They dash to New Orleans dash summer. Correct answer option A ആണ്. Came over. Question number 95. Unscramble the following word and write the correct word. Nigandran. Correct answer option D ആണ്. Grandparent. Question number 96. Find out the word is which not a synonym of beauty. Correct answer option C. Offensiveness. Question number 97. Find out the meaning of the word in italic. He is not a dishonest salesman. His offer is bona fide. Correct answer option A ആണ്. Authentic. Question number 98. Choose the group of words that spelled correctly. Correct answer option C ആണ്. Miniature, discipline, hypocrisy. Question number 99. Pick out a single noun from the list. Correct answer option A ആണ്. Axis. Question number 100. The man dash is at the gate is my grandfather. Correct answer option A. Thank you.